മനസ്സറിഞ്ഞൊന്ന് സന്തോഷിച്ച ഒരു ദിവസം എനിക്ക് ഓർമ്മയേ കിട്ടുന്നില്ല. അതെൻ്റെ ഫേസിലും നന്നായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതെന്താണെന്ന് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ തംബ്നെയിലും അതുപോലത്തെ ക്യാപ്ഷനിലൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ എൻ്റെ ലൈഫ് ഒന്ന് റീസെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. വെയിറ്റ് ഞാൻ എല്ലാം ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ അതിനു മുൻപ് എന്തിനാണ് ഞാൻ ഇങ്ങനൊരു ലൈഫ് റീസെറ്റിലേക്ക് പോകുന്നത് എന്നതിൻ്റെ ഫ്ലാഷ് ബാക്കും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. എല്ലാ സ്റ്റോറിക്കും ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ ഉണ്ടല്ലോ. അപ്പോൾ ആ ബിഫോർ കഥ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. കൃത്യമായിട്ട് പറയാനുള്ള മാസക്കണക്കൊന്നും എനിക്ക് ഓർമ്മയില്ലെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഒരു 6 മാസമെങ്കിലും ഞാൻ ഡെയിലി ഉറങ്ങാനായിട്ട് കിടക്കുമ്പോൾ എനിക്ക് റിഗ്രറ്റ്, കുറ്റബോധം ഇല്ലാതെ ഞാൻ ഉറങ്ങിയിട്ടില്ല. മറ്റെല്ലാവർക്കും വേണ്ടി സമയം കണ്ടെത്തി അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന എനിക്ക് എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും, ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടിപ്പോവും. ഒന്ന് സമാധാനമായിട്ട് കുളിക്കാൻ പോലും, ഒന്ന് സമാധാനമായി ഒരു 5 മിനിറ്റ് സമാധാനത്തോടു കൂടി ഫുഡ് കഴിക്കാൻ പോലും എനിക്ക് പറ്റാതിരുന്ന കുറച്ചധികം തന്നെ ഞാൻ പറയും, അത്രയും ദിവസങ്ങളാണ് എൻ്റെ ലൈഫിൽ കടന്നു പോയത്. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. ബേസിക്കായിട്ട് നമുക്ക് സമാധാനം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതെനിക്ക് കിട്ടിയിട്ട് മാസങ്ങളായി. സോ ഞാൻ തീരുമാനിച്ചു ഇങ്ങനെ പോയാൽ പറ്റില്ല. ഇങ്ങനെ പോയാൽ എൻ്റെ ലൈഫ് എനിക്ക് ചിലപ്പോൾ എൻ്റെ മെൻ്റൽ ഹെൽത്ത് എൻ്റെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ഒരു റീസെറ്റ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റാണ്. പക്ഷേ ഞാനിത് എൻ്റെ ആദ്യത്തെ ട്രൈ അല്ല, എൻ്റെ രണ്ടാമത്തെ ട്രൈ അല്ല, മൂന്നാമത്തെയും ട്രൈ അല്ല, എൻ്റെ ഒരു 5-6ാമത്തെ ട്രൈ ആണിത്. ബിക്കോസ് എല്ലാം ഞാൻ സ്റ്റാർട്ട് ചെയ്യും, പ്ലാൻ ചെയ്യും, അറേഞ്ച് ചെയ്യും. എന്നാൽ 2-3 ദിവസം കഴിയുമ്പോൾ അതെല്ലാം ഡൗൺ ആയിട്ട് ഫ്ലോപ്പ് ആവും. എന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ അതൊന്ന് സ്റ്റോപ്പ് ആവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ വന്നുകൊണ്ടിരിക്കും. സോ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പ്ലാനിങ് നടത്താണ്ടിരിക്കും. ആൻഡ് ഞാൻ ഒരുപാട് നാളത്തേക്കുള്ള പ്ലാനിങ്ങും നടത്തി വെക്കും. സോ അതൊരു പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ മാറുമ്പോൾ എൻ്റെ പ്ലാൻ മൊത്തമായിട്ട് മാറും. പിന്നെ എനിക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റും പോവും. സോ ഞാൻ വിചാരിച്ചു മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു 1 വീക്കിലേക്കുള്ള പ്ലാനിങ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് കാര്യങ്ങളൊന്ന് ചേഞ്ച് ചെയ്ത് തുടങ്ങാം. തുടക്കത്തിൽ തന്നെ എല്ലാം മാറ്റാൻ നോക്കാതെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ബിഫോറായിട്ടുള്ള കഥ നിങ്ങൾ കേട്ടല്ലോ. ഇനി എൻ്റെ ആഫ്റ്റർ കഥയിലേക്ക് പോവാം. ആഫ്റ്റർ കഥ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കഥ. അതിനു മുൻപ് എന്നെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഞാനൊരു 25 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ഒരു അഡൾട്ടാണ്. അതുപോലെ തന്നെ എനിക്കൊരു ബേബി ഗേളും ഉണ്ട്, 1.5 വയസ്സായ ആൾക്ക്. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത്രയും ടോൾഡേഴ്സിൻ്റെ മദേഴ്സ് ആവുന്ന സമയത്തുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റീസും നമുക്കുണ്ട്. ആ ഒരു പരിമിതി എന്ന് തന്നെ ഞാൻ പറയാം, ആ ഒരു ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ലൈഫ് റീസെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതാണ് എൻ്റെ കറൻറ്റ് അപ്ഡേറ്റ്. ഇനി ഞാൻ എൻ്റെ പ്ലാനിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഒരു ഡിഫറൻസ് കൊണ്ടുവരാനാണ്. അപ്പോൾ എല്ലാം മാറ്റിമറിക്കാതെ ഓരോരോ ഭാഗങ്ങളായിട്ട് നമുക്ക് മാറ്റിമറിക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റ് ഞാൻ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിലേക്കാണ്. എല്ലാവരും, നമ്മൾ മലയാളികളെല്ലാവരും രാവിലെ പുട്ട്, കടല, ദോശ, സാമ്പാർ, ഇതൊന്നും മോശമാണെന്നല്ല പറയുന്നത്, ഇതെല്ലാം ഹെൽത്തിയാണ്. ഇതിലെല്ലാം ഹെൽത്ത് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഹെൽത്ത് കോൺഷ്യസ് ആവണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനൊരു 7 ബ്രേക്ക്ഫാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓരോ ദിവസം കഴിക്കേണ്ട എന്ന് വെച്ചാൽ ഈ ആഴ്ച കഴിക്കേണ്ട 7 ബ്രേക്ക്ഫാസ്റ്റ് ലിസ്റ്റുകൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് സാധനങ്ങളും ഞാൻ വാങ്ങി ഓർഡർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഞാനത് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഒരുപാട് നാളായിട്ട് രാവിലെ നേരത്തെ എണീക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഞാൻ, കാരണം രാത്രി എനിക്ക് ഉറക്കം ഉണ്ടായിരുന്നില്ല. 2 മണി 3 മണി സമയം വരെ ഞാൻ കണ്ണും തുറന്ന് കിടക്കുകയായിരുന്നു. അപ്പം ഉറങ്ങാൻ പറ്റാതെ പിന്നെ രാവിലെ എണീക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ എങ്ങനെയൊക്കെയോ ബുദ്ധിമുട്ടി ഇന്ന് തൊട്ട് രാവിലെ നേരത്തെ എണീറ്റു. ആൻഡ് അതിൻ്റെ ഒരു സന്തോഷമാണ് നിങ്ങൾ എൻ്റെ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ആ ഒരു സാറ്റിസ്ഫാക്ഷനുള്ള ചിരി. അതിനുശേഷം ഞാൻ അപ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെയോ ചെയ്യണം എന്നുള്ള ഒരു എനർജി ഉണ്ടാവുമല്ലോ നമുക്ക്, ആ ഒരു എനർജി എനിക്ക് ഉണ്ടായിരുന്നു. ആൻഡ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്ത എൻ്റെ ലിസ്റ്റിൽ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത
ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ഞാനത് കഴിച്ചു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരുന്നു. ആൻഡ് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു സ്മൂത്തി ഞാൻ ട്രൈ ചെയ്യുന്നത്. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ എനിക്ക് വയറ് നല്ല ഫില്ലിംഗ് ആയിരുന്നു. വേറെ ഒന്നും കഴിക്കാനായിട്ട് തോന്നുക, അങ്ങനെയൊന്നും ഇടനേരത്തെ അങ്ങനെ കഴിക്കാനായിട്ട് തോന്നിയല്ല, എനർജി ലോ ആയിട്ട് തോന്നി, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ചിയാ സീഡിൻ്റെ വാട്ടർ അത് എംപ്റ്റി സ്റ്റമക്കിൽ കുടിച്ചപ്പോൾ അതിൽ കുറച്ച് എന്തെങ്കിലും ഹണിയോ അല്ലെങ്കിൽ ലെമൺ സ്ക്യൂസ് ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യണം തോന്നി. കാരണം ഞാനത് ഇനിയും ഇതേപോലെ തന്നെ ട്രൈ ചെയ്യില്ല. കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എംപ്റ്റി സ്റ്റമക്കിലല്ലേ നമ്മൾ കുടിക്കണത്. അപ്പം ഒരു ടേസ്റ്റും ഇല്ലാണ്ട് അങ്ങനെ കുടിക്കുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് പോലെ തോന്നി. ബാക്കി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് അടിപൊളിയായിട്ടാണ് തോന്നിയത്. പിന്നെ ഞാൻ കുക്ക് ചെയ്തു. പിന്നെ എൻ്റെ എല്ലാ ദിവസവും ചെയ്യുന്ന എല്ലാ രീതിയിലുള്ള ജോലികളും ഞാൻ തീർത്തു. എനിക്കതെല്ലാം മോർണിംഗിൽ തന്നെ തീർത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഫുഡിലാണെങ്കിലും ഞാൻ ഉപ്പേരി കുറച്ച് കൂടുതലായിട്ട് എടുക്കാൻ നോക്കി. പക്ഷേ ഞാൻ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനോ കാര്യങ്ങളോ ഒന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷേ എന്നാൽ നമ്മുടെ മൈൻഡിലുണ്ടാവുമല്ലോ, ഹെൽത്ത് കോൺഷ്യസ് ആണ്, അപ്പോൾ കുറച്ചുകൂടി എഫേർട്ട് ഇടാൻ. അങ്ങനെ മാത്രമല്ല, ഞാൻ അതിൽ ഫോക്കസ് ചെയ്യുക കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഈ ഒരു 7 ദിവസം ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. വേറെ ഒന്നും ഫോക്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. അപ്പം ഞാൻ ഇത്രയൊക്കെയാണ് ഞാൻ ട്രൈ ഔട്ട് ചെയ്തത്. എനിക്ക് നമുക്ക് വേണ്ടി നമ്മളായിട്ട് എഫേർട്ട് എടുത്ത് ഒരു ദിവസം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും.